ബാക്ക് ടു എ ക്ലാസ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. അപ്പോൾ ബൈ ബാക്ക് എന്ന് പറഞ്ഞാൽ പേരുകളിൽ തന്നെ പറയുന്നുണ്ടെന്നാണ് ബൈ ബാക്ക്, അതായത് തിരിച്ചെടുക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബൈ ബാക്ക് എന്ന് പറഞ്ഞാൽ കമ്പനീസ് അവരുടെ ഷെയർസ് തിരിച്ച് വാങ്ങിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി ആദ്യകാലങ്ങളിലൊന്നും ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഷെയർസ്, അവരുടെ സെക്യൂരിറ്റീസ് ഒന്നും ഇതുപോലെ ബൈ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റീസെൻ്റായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാം, കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് അതിൻ്റെ സെക്ഷൻ 68, 69, 70 ബേസിൽ കമ്പനീസിന് ഇപ്പോൾ ഇന്ത്യയിൽ കമ്പനീസിന് എന്ത് ചെയ്യാവുന്നതാണ്, അവരുടെ തന്നെ ഷെയർസ് ബൈ ബാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബൈ ബാക്ക് നടത്തിയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ഫിലിപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഫിലിപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഫിലിപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 2000 എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ ഷെയർസ് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ഓൺ ഷെയർസ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ 2000 ഫിലിപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആദ്യമായിട്ട് ബൈ ബാക്ക് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കമ്പനി. ഓക്കെ. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് MNCs, മൾട്ടിനാഷണൽ കമ്പനീസ് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബൈ ബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ചാണ്. അപ്പോൾ ബൈ ബാക്ക് നടത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടുത്തെ കണ്ടീഷൻസ്, എല്ലാ കമ്പനീസും ഫോളോ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. സോ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബൈ ബാക്ക്. അപ്പോൾ ബൈ ബാക്ക് എന്താണെന്ന് ഞാൻ നേരത്തെ ഓൾറെഡി റഫായിട്ട് കുറച്ച് ചെറുതായിട്ട് ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ബാക്ക് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ റിവേഴ്സാണ്. അതായത് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തെന്ന് പറയുന്നത്, ബൈ ബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് ബൈയിങ് ഓഫ് ഓൺ ഷെയർസ്. അപ്പോൾ കമ്പനി അവരുടെ തന്നെ ഷെയർസ് തിരിച്ച് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയും. അപ്പോൾ കമ്പനീസിന് അവർ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസ് വീണ്ടും തിരിച്ചെടുക്കാനുള്ളൊരു അവസരമാണ് എന്തിലൂടെ കിട്ടുന്നത്, ബൈ ബാക്കിലൂടെ കിട്ടുന്നത്. അങ്ങനെ ബൈ ബാക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താവും, കമ്പനീൻ്റെ ഷെയർ ക്യാപിറ്റൽ കുറയും. It's a method of cancellation of a company's share capital and it leads to the reduction in the share capital of the company. അപ്പോൾ നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താവും, നമ്മുടെ ക്യാപിറ്റൽ കുറയും, നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് എന്താവും, കുറയും. അപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷൻ്റെ ഒരു മെത്തേഡ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്ത് ചെയ്യാണ്, ഷെയർസ് തിരിച്ച് ബൈ ചെയ്യുന്നതിനെയാണ്, ഓൺ ഷെയർസ്, കമ്പനിയുടെ തന്നെ സ്വന്തം ഷെയർസ് തിരിച്ച് അത് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ റിവേഴ്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ദെൻ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈ ബാക്ക്. ബൈ ബാക്കിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ മെയിൻലി ബൈ ബാക്ക് ഓഫ് ഷെയർസ് നടത്തുന്നത് കൊണ്ട് എന്തൊക്കെ, ഇത് തന്നെ ഒബ്ജക്റ്റീവ്സ് തന്നെ നിങ്ങൾക്ക് ഇതിലൊരു 9 എണ്ണം ഉണ്ട്, പക്ഷേ ഒരു 5-6 എണ്ണം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അത് തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും റീസൺസും അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ, ഇതെന്ത് ചെയ്യും, കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ റിട്ടേൺസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഇംപ്രൂവ് റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ. അതേപോലെ തന്നെ ടു റിട്ടേൺ സർപ്ലസ് ക്യാഷ് ടു ദി ഇൻവെസ്റ്റേഴ്സിന് സർപ്ലസ് ക്യാഷ് കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ആൻഡ് ടു ചേഞ്ച് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മൾ പറയുന്നുണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, ഷെയർ ക്യാപിറ്റൽ കുറയുന്നുണ്ട്. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബൈ ബാക്ക് കൊണ്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് ദി EPS എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ബൈ ബാക്ക് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെയർസ് എന്താവും, കുറയും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കുറയുന്ന സമയത്ത് ഏർണിങ്സ് എന്താവുന്നുണ്ട്, കൂടുന്നുണ്ട്. ഒരാൾക്ക് അയാൾ ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഷെയർസിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, EPS എന്ന് പറയുന്നത്. സോ EPS ഷെയർസിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് എന്ത് കൂടും, EPS കൂടും.
ദെൻ ടു പ്രിവെൻറ്റ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ബിഡ്സ് ഉണ്ടാകുന്ന സമയത്ത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു അച്ചീവ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, നമ്മുടെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൈബാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടു സർവീസ് ദി ഇക്വിറ്റി മോർ എഫിഷ്യൻ്റ്ലി, നമ്മുടെ ഇക്വിറ്റി കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബൈബാക്ക് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു 5-6 നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആൻഡ് ഇത് തന്നെ നമുക്ക് എന്തുമായിട്ട് പറയാം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന സമയത്ത് EPS ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറയാം. അതേപോലെ ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടുന്നുണ്ട്. അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് സർപ്ലസ് ക്യാഷ് കിട്ടാനുള്ള കാരണമാവുന്നുണ്ട്. അതേപോലെ കമ്പനീൻ്റെ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ റിവാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഇമേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ബൈബാക്ക് ആണ്. അപ്പോൾ ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ബൈബാക്ക് എന്ന് പറയുമ്പം അവിടെ ജനറൽ പ്രൊവിഷൻസും ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് പ്രൊവിഷൻസും ഉണ്ട്. അപ്പോൾ ജനറൽ പ്രൊവിഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് സോഴ്സസ് ഓഫ് ബൈബാക്ക്, കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ്. ഇത് മൂന്നുമാണ് ജനറൽ പ്രൊവിഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നത്. പിന്നെ സ്പെസിഫിക് പ്രൊവിഷൻസ് ലിസ്റ്റഡ് കമ്പനീസിനും അതുപോലെ തന്നെ അൺലിസ്റ്റഡ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് പ്രൊവിഷൻസ് ഉണ്ട് ഓൺ റിഗാർഡിങ് ഓഫ് ബൈബാക്ക്. ഓക്കെ, അപ്പോൾ അത്രയാണ് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ബൈബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ബൈബാക്ക് ആണ്. അതായത് കമ്പനീസിന് അവരുടെ ഷെയർസ് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസ് യൂസ് ചെയ്തിട്ട് കമ്പനീസിന് എന്ത് ചെയ്യാവുന്നതാണ്, അവരുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്രീ റിസർവ്സ്. കമ്പനീസിന് ഫ്രീ റിസർവ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ഓൺ ഷെയർസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ റിസർവ്സ് ദാറ്റ് ആർ ഫ്രീ ഫോർ ദി ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ഡിവിഡൻഡ്. അപ്പോൾ നമ്മൾക്ക് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള റിസർവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീ റിസർവ്സ് എന്ന് പറയും. ഇപ്പോൾ ഫ്രീ റിസർവ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സർപ്ലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ്, ദെൻ ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്, എംപ്ലോയീസ് ആക്സിഡൻറ്റ് ഫണ്ട്, ഇതൊക്കെ എന്താണ്, ഫ്രീ റിസർവ്സ് ആണ്. അപ്പോൾ ഫ്രീ റിസർവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബൈബാക്ക് നടത്താവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഒരു റിസർവ് ആണ് എന്തെന്ന് പറയുന്നത്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. അപ്പോൾ നമുക്ക് ജനറൽ റിസർവ് പോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവും എന്ത് ചെയ്യാവുന്നതാണ്, ബൈബാക്ക് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കൺഫ്യൂഷൻ എന്താ വരികയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രീ റിസർവ്സും ഉണ്ട് ആൻഡ് അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതേസമയം സെക്യൂരിറ്റി പ്രീമിയം റിസർവ് നോക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിന് ചില പർപ്പസസ് ഉണ്ട്. ആ പർപ്പസസിന് വേണ്ടിയിട്ട് മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എന്തിനൊക്കെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് യൂസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബൈബാക്ക് നടത്തുന്ന സമയത്ത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ടെങ്കിൽ അതിലെ ബാലൻസ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബാക്കിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. എന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബാലൻസ് പിന്നെയും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അത് നമുക്ക് ജനറൽ റിസർവിൽ നിന്നും എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബൈബാക്ക് നടത്തുന്നത് പ്രീമിയത്തിനാണെങ്കിൽ അങ്ങനെ, അതായത് ബൈബാക്ക് നടത്തുന്നത് പ്രീമിയത്തിനാണെങ്കിൽ, അതായത് 100 രൂപേൻ്റെ ഷെയറാണ്, അത് 105 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, കമ്പനി 105 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈബാക്ക് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രീമിയത്തിലാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ ആ പ്രീമിയം പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ,
സോ ഒന്നുകൂടെ പറയാം, നമുക്കിപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം ബാലൻസും അതേപോലെ ഫ്രീ റിസർവ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈബാക്കിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവിലെ ബാലൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് എന്തെങ്കിലും ബാക്കി വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ റിസർവ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് ബൈബാക്ക് നടത്താവുന്നതാണ്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് പ്രീമിയം എമൗണ്ട് പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവിലെ ബാലൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്, ഇഫ് ദി ഷെയർസ് ആർ ബോട്ട് ബാക്ക് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ഓർ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് an amount equal to the face value of shares so bought back must be transferred from free reserves or security premium reserve to the capital redemption reserve account. അതായത് CRR അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര രൂപയുടെ ബൈബാക്ക് ആണോ നടത്തുന്നത്, ഓക്കെ, എത്ര എമൗണ്ടിൻ്റെ ബൈബാക്ക് ആണോ നമ്മൾ നടത്തുന്നത് അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്നും അതേപോലെ ഫ്രീ റിസർവ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിലേക്ക് നമ്മൾ അതിന് ആ ഒരു നോമിനൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ, ബൈബാക്ക് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയാം, നമ്മൾ എത്ര രൂപേൻ്റെ ഷെയർസ് ആണോ ബൈബാക്ക് ചെയ്യുന്നത് ആ ഒരു ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത്രയും വാല്യൂവിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ നിന്നും ഫ്രീ റിസർവ്സിൽ നിന്നും നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിലേക്ക് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്. നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പുതിയതായിട്ട് എന്തെങ്കിലും ഷെയർസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് നടത്താവുന്നതാണ്, ബൈബാക്ക് നടത്താവുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദി സോഴ്സസ് ഓഫ് ബൈബാക്ക്. സോ ബൈബാക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ള സോഴ്സസ് ഏതൊക്കെയാണ്, ഒന്ന് ഫ്രീ റിസർവ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലെ ബാലൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് ബൈബാക്ക് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ഷെയർസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റീസ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബൈബാക്ക് നടത്താവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക് ആണ്. കമ്പനീസ് അവരുടെ ഷെയർസ് ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാണെങ്കിൽ ചില കണ്ടീഷൻസ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈബാക്ക് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്. അപ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ബൈബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനീസിന് ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കമ്പനി അവരുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനി അവരുടെ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെയും അതേപോലെ ഫ്രീ റിസർവ്സിൻ്റെയും 10% വരെയാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ബൈബാക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇത്തരത്തിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനി അവരുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഇൻവോൾവ് ഇൻ ബൈബാക്ക് ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ കമ്പനീൻ്റെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ അതേപോലെ ഫ്രീ റിസർവ്സിൻ്റെ 25% മിനിമം 25% വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മോർ ദാൻ 25% അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഇക്വിറ്റി ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ദി എമൗണ്ട് ഇൻവോൾവ് ഇൻ ബൈബാക്ക് ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് ദി
പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻ ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനി അവരുടെ ഇക്വിറ്റി ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ അതിലും 25% നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 25%-നേക്കാൾ കൂടുതൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനീസിന് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 25%-നേക്കാൾ കൂടുതൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനീസിന് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മിനിമം 25% വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനീസിന് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് നോട്ട് മോർ ദാൻ 2:1 ആഫ്റ്റർ സച്ച് ബൈബാക്ക്. അപ്പോൾ ഈ ബൈബാക്കിന് ശേഷം കമ്പനീൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്സൈഡ് ലോങ് ടേം ഡെപ്റ്റൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ ഇക്വിറ്റി എന്ന് പറയുമ്പം ഇക്വിറ്റി ക്യാപിറ്റൽ അതേപോലെ റിസർവ്സ് സർപ്ലസ്, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ കമ്പനീൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ പാടില്ല. ഓക്കെ, ബൈബാക്കിന് ശേഷം നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്തത് ഓൾ ഷെയർസ് ആൻഡ് അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ്. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് കൻ നോട്ട് ബി ബോട്ട് ബാക്ക് ബൈ ദി കമ്പനി. ഓക്കെ, അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ ബൈബാക്ക് മസ്റ്റ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 12 months ഫ്രം ദി ഡേറ്റ് ഓഫ് പാസിംഗ് ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് 12 months ഉള്ളിൽ എന്ത് ചെയ്യണം, കമ്പനി അവരുടെ ബൈബാക്ക് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ദ സെക്യൂരിറ്റീസ് സോ ബോട്ട് ബാക്ക് ഷുഡ് ബി ഫിസിക്കലി ഡിസ്ട്രോയ്ഡ് വിത്തിൻ 7 days ആഫ്റ്റർ ബൈബാക്ക്. അപ്പോൾ കമ്പനീസ് അവരുടെ സെക്യൂരിറ്റീസ് ബൈബാക്ക് ചെയ്തതിന് ശേഷം വിത്തിൻ 7 days ഉള്ളിൽ ആ സെക്യൂരിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഫിസിക്കലി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ എയ്ത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ബൈബാക്ക് കമ്പനി കനോട്ട് ഇഷ്യൂ സെയിം കൈൻഡ് ഓഫ് ഷെയർ ഓർ സെക്യൂരിറ്റി ഫോർ എ പീരിയഡ് ഓഫ് 6 months. ഓക്കെ, അപ്പോൾ അതായത് കമ്പനി ബൈബാക്ക് നടത്തി കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 6 months അവർ ബൈബാക്ക് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഒരു 6 മാസത്തിനുള്ളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് അവർ ബൈബാക്ക് ചെയ്ത സെയിം ടൈപ്പ് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് വീണ്ടും ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ മണി ബോറോഡ് ഫ്രം ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൻ നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. അപ്പോൾ നമ്മൾ കമ്പനിക്ക് മറ്റെവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ബാങ്ക്സിൽ നിന്നോ എന്തെങ്കിലും ലോൺ എടുത്തിട്ട് ആ ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈബാക്ക് ചെയ്യാൻ വേണ്ടി